ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ദ റൺവേ പാൻകേക്ക് എന്നുള്ള ഈ ഒരു ചെറിയ പിക്ചർ സ്റ്റോറിയാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് ഒക്കെ STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതിലെടുത്ത് നോക്കുക. ഇനി ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD4 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ, അതിലെടുത്ത് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, ദ റൺവേ പാൻകേക്ക് എന്താണ് ഇവിടെ കാണുന്നത്? ഒരമ്മയും അച്ഛനും കുറച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലേ, മക്കളൊക്കെ ഉണ്ട്. അവരെന്തോ ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. എന്താണ് ഉണ്ടാക്കുന്നത്? പാൻകേക്ക് ആണ് കേട്ടോ, പാൻകേക്ക് ആണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഓരോരുത്തർ പറയുന്നത് നോക്കൂ. ആദ്യത്തെ ആള്, ഐ തിങ്ക് എവ്രി വൺ വിൽ ലവ് ഇറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഐ വിൽ ഈറ്റ് ഫസ്റ്റ്. ഞാൻ ആദ്യം കഴിക്കുമെന്ന് മറ്റൊരു കുട്ടി പറയുന്നു. ഇറ്റ് വിൽ ബി ഡെലീഷ്യസ്. ഇത് വളരെയധികം സ്വാദിഷ്ടമായിരിക്കുമെന്ന് മറ്റൊരാൾ പറയുന്നു. മോം ഐ വോണ്ട് ദിസ്. അമ്മ എനിക്കിത് വേണമെന്ന് വേറൊരു കുട്ടി പറയുന്നു. മോം യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണ്, വിഭവമാണ് ഉണ്ടാക്കുന്നതെന്ന് മറ്റൊരാൾ പറയുന്നു. ഇറ്റ് ലുക്സ് സോ ക്രിസ്പി. അത് വളരെ ക്രിസ്പി ആയിട്ട്, നല്ല കറുമുറ ആയിട്ട്, എന്താണ് കാണുമ്പോൾ തന്നെ അത് നല്ല ക്രിസ്പി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തർ ഈ പാൻകേക്ക് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അത് കഴിക്കാനുള്ള ആഗ്രഹം മൂത്ത് നിൽക്കുകയാണ് അല്ലേ. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അവരതിന് ഓരോ അഭിപ്രായങ്ങൾ പറയാണ്. ഓരോരുത്തർക്ക് ഞാൻ ആദ്യം കഴിക്കും, അല്ലെങ്കിൽ ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഡിഷാണ്, എനിക്ക് ആദ്യം വേണം, അതുപോലെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും തുടങ്ങിയിട്ടുള്ള കമന്റ്സ് ഓരോരുത്തർ പറയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഓൾ ഓഫ് എ സഡൻ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദ പാൻ. പെട്ടെന്ന് ആ പാൻ കേക്ക് എന്തായി, പാനിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഓ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട്, ക്യാച്ച് ഇറ്റ്. നോക്കൂ, പാൻ കേക്ക് പുറത്തേക്ക് ചാടി, അതിനെ പിടിക്കൂ. സ്റ്റോപ്പ് ദെയർ, അവിടെ നിൽക്ക്. ഓക്കെ, ഐ വിൽ ക്യാച്ച് ഇറ്റ്. ഞാൻ അതിനെ പിടിച്ചോളാം. അപ്പൊ എന്തിനാ മക്കളെ പാൻ കേക്ക് പുറത്ത് ചാടിയതാവോ അല്ലേ? നമുക്ക് നോക്കാട്ടോ. പാൻകേക്ക് നോക്കൂ, ഇനി ഓടി ഓടി പോവാണ്. എന്താ പറയുന്നത്? ഹെൽപ്പ് ഹെൽപ്പ്, എന്നെ സഹായിക്കെന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ഒരു ഡോഗിനെ കാണുന്നുണ്ട്. ആ ഡോഗ് എന്താ പറയുന്നത്? സ്റ്റോപ്പ് ദെയർ, വൈ ആർ യു റണ്ണിങ്? നീ നിൽക്കവിടെ, നീ എന്തിനാ ഓടി പോകുന്നത് എന്ന് ഈ പപ്പി ചോദിക്കുന്നുണ്ട്. ദ 7 ചിൽഡ്രൻ their father and mother are following me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ പിന്തുടരുന്നുണ്ട് എന്ന് ഈ പാൻകേക്ക് പപ്പിയോട് പറയുന്നു. പാൻകേക്ക് റാൻ ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻകേക്ക് അതിന് കഴിയുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട്, സ്പീഡിൽ ഓടി. ദ 7 ചിൽഡ്രൻ their father, mother and pet dog followed it. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഈ പെറ്റ് ഡോഗും, അവർ വളർത്തുന്ന ഡോഗാണ് കേട്ടോ അതും എന്ത് ചെയ്തു? ഈ പാൻകേക്കിനെ പിന്തുടർന്നു. അതിന്റെ പിന്നാലെ അവരും ഓടി. അങ്ങനെ ഓടി ഓടി പോകുമ്പോൾ പാൻകേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ക്യാറ്റിനെ കാണുന്നു. അപ്പൊ ക്യാറ്റ് എന്താ ചോദിക്കുന്നത്? ഹേ വൈ ആർ യു റണ്ണിങ്? നീ എന്തിനാണ് ഓടുന്നത്? പാൻകേക്ക് പറയുന്നു, ദ 7 ചിൽഡ്രൻ their father, mother and pet dog are following me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അവരുടെ പെറ്റ് ഡോഗും എന്നെ പിന്തുടരുന്നുണ്ട്. സ്റ്റോപ്പ് വെയർ, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും ഓടാണ്. വീണ്ടും പാൻകേക്കിന്റെ പിറകെ ഓടാണ്. ദ പാൻകേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻകേക്ക് അതിന് കഴിയുന്ന അത്രയും സ്പീഡിൽ ഓടാനായിട്ട് തുടങ്ങി. The 7 children, their father, mother, pet dog and cat followed it. ഇപ്പൊ ആരൊക്കെ പിന്തുടരുന്നത് പാൻകേക്കിനെ? 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അവരുടെ പെറ്റ് ഡോഗും. ഇപ്പൊ കുശലം ചോദിച്ചില്ലേ, ഒരു ക്യാറ്റ്. ആ ക്യാറ്റും പാൻകേക്കിനെ പിന്തുടർന്നു. അവർക്ക് എല്ലാവർക്കും ഈ പാൻകേക്കിനെ വേണം. ഹലോ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻഡ്? അടുത്തതാരാ കാണുന്നത്? ഒരു ഗോട്ടാണല്ലേ. അപ്പൊ ഗോട്ടിനോട് എന്ത് പറയുന്നു പാൻകേക്ക്? ദ 7 ചിൽഡ്രൻ their father, mother, pet dog and cat are going to eat me. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അവരുടെ പെറ്റ് ഡോഗും ക്യാറ്റും, ആ പൂച്ചയും എന്നെ പിന്തുടരുന്നുണ്ട് എന്ന് നമ്മളുടെ പാൻകേക്ക് ഗോട്ടിനോട് പറഞ്ഞു. സ്റ്റോപ്പ് ദെയർ, എല്ലാവരും എന്താ പറയുന്ന? അവിടെ നിൽക്കെന്ന് പറയാണല്ലേ. ദ പാൻകേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻകേക്ക് വീണ്ടും അതിന് കഴിയുന്ന അത്ര സ്പീഡിൽ ഓടി. ദ 7 ചിൽഡ്രൻ their father, mother, pet dog, cat and goat followed it. ഇപ്പൊ ആരൊക്കെയാ പാൻകേക്കിനെ പിന്തുടരുന്നത്? 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അതുപോലെ അവരുടെ പെറ്റ് ഡോഗും പിന്നെ ക്യാറ്റും ഗോട്ടും പാൻകേക്കിന്റെ പിന്നാലെ ഓടി. അങ്ങനെ നമ്മുടെ പാൻകേക്ക് ഓടി ഓടി ഇപ്പൊ എവിടെ എത്തി? ഒരു ഫോക്സിന്റെ അടുത്തെത്തി. വൈ ആർ യു റണ്ണിങ്? ഫോക്സ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഓടുന്നത്? The 7 children, their father, mother, pet dog, cat and goat are going to catch me. 7 കുട്ടികളും അവരുടെ ഫാദറും മദറും അവരുടെ പെറ്റ് ഡോഗും ഒരു ക്യാറ്റും അതുപോലെ ഒരു ഗോട്ടും എന്നെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. ക്യാൻ യു ഗിവ് മീ എ പ്ലേസ് ടു ഹൈഡ് ഇൻ? എനിക്ക് ഒളിക്കാനായിട്ടൊരു സ്ഥലം നീ കാണിച്ചു തരൂ എന്ന് ഈ ഫോക്സിനോട് പാൻകേക്ക് ചോദിച്ചു.
യമ്മി യമ്മി. എന്താണ് എന്താ സംഭവിച്ച മക്കളെ? ഫോക്സ് സോറി പാൻകേക്കിന് ആ ഫോക്സ് ആ പാൻകേക്ക് കഴിച്ചു അല്ലേ? അതിന്റെ വയറിനകത്തേക്ക് ആക്കി ആ പാൻകേക്കിനെ ഹൈഡ് ചെയ്ത് വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. ഓ ഇറ്റ്സ് ഗോൺ. എല്ലാവരും ചേർന്ന് എന്ത് പറഞ്ഞു? അത് പോയി അല്ലെ, പാൻകേക്ക് നമുക്ക് നഷ്ടമായി എന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചർ സ്റ്റോറി അല്ലേ മക്കളെ? ഇനി നമുക്ക് ഇതിലൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. എന്താണ്? പിക്ചർ സ്റ്റോറി കാർഡാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ, റൈറ്റ് ദ ഇവന്റ്സ് റിലേറ്റഡ് ടു ഈച്ച് പിക്ചർ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. നമുക്ക് ഇവിടെ താഴെ ഒരു പിക്ചർ സ്റ്റോറി ഇതുപോലെ തന്നിട്ടുണ്ട്. അതിന് ഓരോ ചിത്രത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു കുട്ടി, ഈ കുട്ടിക്ക് വേണ്ട സ്കൂളിലേക്ക് പോകുമ്പോൾ വേണ്ട ടിഫിന് അമ്മ പാക്ക് ചെയ്ത് കൊടുക്കണല്ലേ. വൺ ഡേ എ ബോയ് വാസ് ലീവിംഗ് ഹിസ് ഹോം ഫോർ സ്കൂൾ ആൻഡ് ഹിസ് മദർ പാക്ഡ് എ നൈസ് ടിഫിൻ ബോക്സ് ഫോർ ഹിം. ഒരു ദിവസം ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവന്റെ ടിഫിൻ ബോക്സ് അമ്മ വളരെ നന്നായിട്ട് അതിൽ അവന് ഇഷ്ടപ്പെട്ട ഡിഷസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പിക്ചറിൽ എന്താണ്? ദ ബോയ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദ സ്കൂൾ ക്യാരിയിങ് ഹിസ് സ്കൂൾ ബാഗ് ആൻഡ് ലഞ്ച് ബോക്സ്. ഈ ആൺകുട്ടി അവന്റെ സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും ഒക്കെ എടുത്ത് സ്കൂളിലേക്ക് പോവാണ്. ഹി സീംഡ് ഹാപ്പി ആൻഡ് എനർജറ്റിക്. അവന് വളരെ സന്തോഷത്തിലും വളരെ ഊർജ്ജസ്വലനായിട്ടുമാണ് നമുക്ക് അവന് എന്താ പറയാ തോന്നുന്നത്. അവന് വളരെ ഊർജ്ജസ്വലനും സന്തോഷവാനുമായിട്ട് തോന്നുന്നുണ്ട്. On the way, he saw an old man and his daughter sitting under a tree, crying because they were hungry. അങ്ങനെ അവന് പോകുന്ന വഴിക്ക് ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ആളും അവരുടെ മകളും കൂടെ ഒരു മരച്ചുവട്ടിലിരുന്നിട്ട് ഇരിക്കുന്നുണ്ട്. അവരുടെ മകള് കരയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കരയുന്നത്? കുട്ടിക്ക് വിശക്കുന്നുണ്ട്. ബിക്കോസ് ദേ വർ ഹംഗ്രി. അവർ വിശപ്പിനാലാണ് അവർ കരയുന്നത്. The kind boy went near the girl and talked to her kindly. ഈ ദയയുള്ള ഈ ആൺകുട്ടി എന്ത് ചെയ്തു? പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അവളോട് വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചു. He decided to share his tiffin box with the hungry girl and her father. അവന്റെ ടിഫിൻ ബോക്സ് ഈ പെൺകുട്ടിക്കും ഈ അച്ഛനും വേണ്ടിയിട്ട് കൊടുക്കാം, അവർക്ക് അവന്റെ ഈ ഭക്ഷണം ഷെയർ ചെയ്യാമെന്ന് കരുതി. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ദ ഗേൾ ate the food and her father became very happy. ആ പെൺകുട്ടി ആ ഭക്ഷണം കഴിച്ചു, അവളുടെ അച്ഛൻ ഒരുപാട് സന്തോഷമായി. When he got home from school in the evening, he told his mother everything that had happened. അങ്ങനെ അവന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വൈകുന്നേരം എത്തിയപ്പോൾ അന്ന് നടന്ന ആ സംഭവങ്ങളൊക്കെ, അവന്റെ ടിഫിൻ ബോക്സ് കൊടുത്തതൊക്കെ അവൻ ആ അമ്മയോട് പറഞ്ഞു. The next day, his mother asked him to bring them home. അടുത്ത ദിവസം അവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അമ്മ അവനോട് പറഞ്ഞു. And the boy brought them to his home. അങ്ങനെ അവന് അവരെ കൂട്ടി അവന്റെ വീട്ടിലേക്ക് വന്നു. They all sat down and ate together. അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. The poor father and daughter, who had not even had a meal, were very happy that day. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ ഉണ്ടായിരുന്നില്ലാത്ത അച്ഛനും അമ്മയ്ക്കും ആ ദിവസം വളരെയധികം സന്തോഷമായി. അച്ഛനും അമ്മയ്ക്കും അല്ല, അച്ഛനും മകൾക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ്. ചെയ്ത ഈ ആക്ടിവിറ്റിയും അതുപോലെ നമ്മുടെ പിക്ചർ സ്റ്റോറിയൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്